ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. കൗസല്യയുടെ സങ്കടജൽപ്പനങ്ങൾ കേട്ട ലക്ഷ്മണൻ സംഹാരരുദ്രനെ പോലെ ക്രോധം പൂണ്ടു. കാമലോലുപത്വം കൊണ്ട് ഭ്രാന്തചിത്തനായി ഭാര്യയ്ക്ക് അടിമപ്പെട്ട വൃദ്ധനായ താതനെയും അദ്ദേഹത്തെ അധർമ്മത്തിന് പ്രേരിപ്പിച്ച ആ ഘാതകിയെയും ബന്ധിച്ച് ജ്യേഷ്ഠന്റെ പട്ടാഭിഷേകം ഞാൻ നിർവിഘ്നം നടത്തുന്നതാണ്. അതിനുള്ള കഴിവ് എനിക്കുണ്ട്. അയോധ്യ സിംഹാസനം എൻ്റെ ജ്യേഷ്ഠൻ രാമചന്ദ്രൻ ഇരുന്ന് വാഴാനുള്ളതാണ്. അതിന്മേൽ മറ്റാർക്കും ഇരിക്കാൻ അധികാരമില്ല. ഞാൻ ഇരുത്തുകയുമില്ല. വരൂ ജ്യേഷ്ഠ, ജ്യേഷ്ഠന്റെ പട്ടാഭിഷേകം ഈ അനുജൻ ഇപ്പോൾ തന്നെ നടത്തുന്നതാണ്. സൗമിത്രിയുടെ കോപഭാവം കണ്ട് നയകോവിദനായ രാമചന്ദ്രൻ അടുത്ത് ചെന്ന് അവനെ അനുനയപൂർവം സമാശ്വസിപ്പിക്കുകയാണ്. രാമഭദ്രൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്കിത് ഈ ഭാഗം കുറച്ച് വിശദമായിട്ട് തന്നെ നമുക്കൊന്ന് പറയാം. കുമാര, ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ പട്ടാഭിഷേകം ആർക്കാണ്? നിന്റെ ജ്യേഷ്ഠനായ രാമന്റെ ശരീരത്തിന് അല്ലെ? ശാശ്വതമായ ആത്മാവിനുണ്ടോ പട്ടാഭിഷേകം? ദേഹാഭിമാനം മൂലമുള്ള ചിന്ത കൊണ്ടല്ലേ ഇതിനാഗ്രഹം തോന്നുന്നത്? ഈ ദേഹം ശാശ്വതമാണോ? ആ സ്ഥിതിക്ക് ഈ ദേഹത്തെ സംബന്ധിക്കുന്ന ഈ പട്ടാഭിഷേകം തുടങ്ങിയ മേന്മകളും ആർഭാടങ്ങളും ശാശ്വതമാണോ? പകല് വന്നു മറയുന്നു, പിന്നെ രാത്രിയാകുന്നു, വീണ്ടും പകല് വരുന്നു, വീണ്ടും രാത്രിയാകുന്നു എന്നതുപോലെ ദേഹമുണ്ടാകുന്നു, അത് നശിക്കുന്നു, പിന്നെയും ഉണ്ടാകുന്നു, പിന്നെയും നശിക്കുന്നു എന്നിങ്ങനെ ജനിമൃതികൾക്ക് വിധേയമല്ലേ ഈ ശരീരം? രോഗങ്ങളാണെങ്കിൽ ശരീരത്തെ കുത്തി വിഴുങ്ങുവാൻ വേണ്ടി അതിൻ്റെ ചുറ്റും കഴുകന്മാരെ പോലെ കാത്തിരിക്കുന്നു. മരണമാണെങ്കിൽ സദാ ശിരസിൽ പതിയിരിക്കുന്നു. ഇതൊന്നും അറിയാതെ മായാബദ്ധനായി മനുഷ്യൻ ദേഹാഭിമാനത്തോടെ പലതും ചെയ്യുന്നു, പലതും പറയുന്നു. വഴിയമ്പലത്തിൽ വിശ്രമാർത്ഥം പാന്തർ വന്ന് കുറെ നേരം ഇരുന്ന് പിരിയുന്നത് പോലെയാണ് മനുഷ്യരുടെ ജനനവും മരണവും. ഈ ലോകം ഒരു വഴിയമ്പലമെന്ന് വിചാരിച്ചാൽ മതി. എവിടെയോ നിന്ന് പഥികർ അവിടെ വരുന്നു, എവിടേക്കോ അവർ തിരിച്ചു പോകുന്നു. ഈ വഴിയമ്പലത്തിൽ ആർക്കും ശാശ്വതമായ ഒരു സ്ഥാനമോ നിലനിൽപ്പോ ഇല്ല. അത് തൻ്റെ സ്വന്തമാണെന്ന് വിചാരിക്കുന്നവൻ അന്ധനായ ഒരു അജ്ഞാനിയാണ്. ദേഹാഭിമാനം കൊണ്ടുള്ള ചിന്തയാണ് ഞാനെന്നും എൻ്റേതെന്നുമുള്ള മോഹസ്വപ്നം മനുഷ്യനിൽ അങ്കുരിപ്പിക്കുന്നത്. ഈ സ്വപ്നം അകലുമ്പോൾ ഞാനുമില്ല, നീയുമില്ല. അങ്ങനെ ഒരു മോഹം ജ്യേഷ്ഠനെ പട്ടാഭിഷേകം ചെയ്ത് അയോധ്യാധിപതിയായി വാഴിക്കാമെന്നുള്ള മോഹമാണ് നിന്നെ ഇത്ര വിധം ക്രോധവിവശനാക്കിയത്. ലക്ഷ്മണൻ തൊഴുതുകൊണ്ട് ജ്യേഷ്ഠനോട് മാപ്പിരുന്നു. പെട്ടെന്ന് ഞാൻ ക്രുദ്ധനായതിൽ മനസ്താപിക്കുന്നു. ജ്യേഷ്ഠന്റെ വിലയേറിയ ഉപദേശം ഞാൻ ശിരസാ വഹിക്കുന്നു. എന്നാൽ ജ്യേഷ്ഠന്റെ കൂടെ താനും കാനനത്തിലേക്ക് പോരുന്നുവെന്ന് ലക്ഷ്മണൻ പറയുകയും രാമൻ അത് അംഗീകരിക്കുകയും ചെയ്യുകയാണ്. രാമൻ കൗസല്യയോടായി പറഞ്ഞു, അമ്മേ, ഒട്ടും മനഃശാഞ്ചല്യം കൂടാതെ അച്ഛനെയും പരിചരിച്ചുകൊണ്ട് ജീവിക്കുക. വാർദ്ധക്യവും മനോദുഃഖവും മൂലം അച്ഛൻ പരവശനായി തീർന്നിരിക്കുന്നു. അച്ഛനെ സാന്ത്വനപ്പെടുത്തി ഒരിക്കലും മനക്ലേശമോ ആത്മപീഡയോ ഉണ്ടാകാതെ പരിചരിച്ചുകൊണ്ട് അച്ഛനെ കാത്തുകൊള്ളണം. 14 വർഷം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. ഭരതൻ എന്നേക്കാൾ അമ്മയെ സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ട് ഭരതൻ നാടുവാണാലും അമ്മയ്ക്ക് സങ്കടമൊന്നും സംഭവിക്കുകയില്ല. കൗസല്യ, കാനനവാസം നിനക്ക് സുഖമായി ഭവിക്കട്ടെ എന്ന് മകന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അതിനുശേഷം രാമൻ സീതാഗൃഹത്തിലേക്ക് ചെന്നു. അകമ്പടിക്കാരാരുമില്ലാതെ രാമൻ ഏകനായി വരുന്നത് കണ്ട് സീത അതിശയിച്ചു. ദശരഥൻ കൈകേയിക്ക് കൊടുത്ത വരത്തെപ്പറ്റിയും ശ്രീരാമന്റെ വനവാസത്തെ പറ്റിയും അതുപോലെ ഭരതന്റെ പട്ടാഭിഷേകത്തെ പറ്റിയും എല്ലാം വിശദമായി രാമൻ സീതയോട് പറഞ്ഞു. സീതയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ ഒന്നു മാത്രമാണ് ആവശ്യപ്പെട്ടത്. തന്നെയും കാനനത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് മാത്രമാണ് സീത ആവശ്യപ്പെട്ടത്. രാമൻ എത്ര പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും സീത അതിന് തയ്യാറാവാതെ തൻ്റെ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ സീതയെയും തൻ്റെ കൂടെ കൂട്ടാൻ ശ്രീരാമൻ തയ്യാറായി. അതിനും പുറമെ സീത രാമനോട് ചോദിക്കുന്നു, മന്വന്തരങ്ങൾക്കപ്പുറം രാമാവതാരങ്ങൾ പലതും കഴിഞ്ഞു. ഏതെങ്കിലും ഒരു അവതാരത്തിൽ സീതയെ കൂടാതെ രാമൻ കാനനത്തിൽ പോയിട്ടുണ്ടോ എന്ന്. ലക്ഷ്മണൻ സുമിത്രയുടെ കരം പിടിച്ച് കൗസല്യയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അമ്മേ, ഇനി
അമ്മയ്ക്ക് ആശ്രയം വല്യമ്മ മാത്രമാണ്. വല്യമ്മയെ അമ്മ സദാ കാത്തുകൊള്ളണം. നിങ്ങൾ രണ്ടുപേരും അച്ഛൻ്റെ കാര്യത്തിൽ ബദ്ധശ്രദ്ധരായിരിക്കണം. വാർദ്ധക്യവും മനക്ലേശവും രണ്ടും അവയുടെ രൂക്ഷത മുഴുവൻ പ്രദർശിപ്പിച്ചുകൊണ്ട് അച്ഛനെ ആക്രമിച്ചിരിക്കുന്ന സമയമാണിത്. മകനു വേണ്ട അനുഗ്രഹങ്ങൾ നൽകി സുമിത്ര പറഞ്ഞു. പ്രിയപുത്ര, നിന്നെപ്പോലെ ഭ്രാതൃഭക്തിയുള്ള ഒരു നന്ദനൻ എൻ്റെ ഉദരത്തിൽ ജനിച്ചതിനാൽ ഞാൻ ധന്യധന്യയും ഭാഗ്യവതിയുമായി കഴിഞ്ഞിരിക്കുന്നു. നീ ധൈര്യമായി ജ്യേഷ്ഠൻ്റെ കൂടെ പോയിക്കൊള്ളൂ. നിനക്ക് സർവ്വമംഗളങ്ങളും സിദ്ധിക്കട്ടെ. ഞാൻ ഇന്നു മുതൽ ജ്യേഷ്ഠത്തി കൗസല്യാദേവിയുടെയും വന്ധ്യഭർത്താവ് ദശരഥരാജന്റെയും ഒരു പരിചാരികയായിരിക്കും. ഊർമിള സീതയായി ഞങ്ങളുടെ കൂടെ ജീവിക്കട്ടെ. കാനനത്തിലേക്ക് പോകാൻ രാമൻ അനുവദിച്ചു. സീതയുടെ ഹൃദയത്തില് സന്തോഷം തിരതല്ലി. അവൾ ആഭരണ വിഭൂഷകൾ അഴിച്ച് വസിഷ്ഠപത്നിയായ അരുന്ധതി ദേവിക്ക് ദാനം ചെയ്തു. തന്റെ പരിചാരികമാർക്കും തോഴികൾക്കും തൃപ്തിയാവോളം ധനം അവൾ നൽകി. താൻ തിരിച്ചു വരുന്നതുവരെ അവർ ആ കൊട്ടാരത്തിൽ താമസിച്ചു കൊള്ളാനും അവൾ അനുവദിച്ചു. സീതാസമേതം രഘുവരൻ ലക്ഷ്മണനോടും കൂടി അന്തിമയാത്ര പറയുവാനായി വീണ്ടും ദശരഥ സന്നിധിയിലെത്തി. നഗ്നപാതനായി രാമൻ പിതൃസന്നിധിയിലേക്ക് പോകുന്നത് കണ്ട് കഥനഭാരത്തോടെ അപാലവൃത്തം ജനങ്ങളും ഉദ്യോഗസ്ഥ പ്രമുഖരും സേനാപതികളും സജീവന്മാരും എല്ലാവരും അവരുടെ പുറകെ ആഗമിച്ചു. ദശരഥനോട് രാമൻ യാത്രാനുവാദം ചോദിച്ചു. ദശരഥൻ കരഞ്ഞുകൊണ്ട് ലക്ഷ്മണനെ നോക്കി. മകനെ ലക്ഷ്മണ, നീ കൂടെ പോകുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ജ്യേഷ്ഠന്റെ കാര്യം നീ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. അതുപോലെ ജാനകിയുടെ കാര്യവും. അനന്തരം സീതയെ നോക്കി, മകളെ മൈഥിലി, നീ പവിത്രയായ പതിവ്രത ശിരോരത്നമാണ്. നിന്റെ ഭർത്താവിനെ അനുഗമിക്കാൻ തോന്നിയത് അതുകൊണ്ടാണ്. ഭർതൃപരിചരണം ചെയ്ത് കാനനം സ്വർഗതുല്യമാക്കി നീ സുഖിച്ചു വാഴുക. ഈ സമയം സുമിത്ര മുമ്പോട്ട് വന്ന് സങ്കടം കൊണ്ട് വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ലക്ഷ്മണനെ ചുംബിച്ചുകൊണ്ട് ഉപദേശിച്ചു. മകനെ, ഇന്നു മുതൽ രാമൻ നിനക്ക് ദശരഥനാണ്. സീത നിന്റെ അമ്മ സുമിത്രയാണ്. അടവി നിനക്ക് അയോധ്യയാണ്. ഈ ചിന്തയോടുകൂടി നീ അഗ്രജനെ അനുഗമിക്കൂ. പുത്രനോടുള്ള സുമിത്രയുടെ ഉപദേശം കേട്ടപ്പോൾ ശ്രോതാക്കളുടെ നയനങ്ങളിൽ വെള്ളം നിറഞ്ഞു. ഊർമിളയും തന്റെ ഭർത്താവിനെ വണങ്ങി യാത്രാനുവാദം നൽകി. ഈ സമയം കൈകേയി ഒരു മരവുരി രാമന് നൽകി. അദ്ദേഹം അത് സന്തോഷപൂർവ്വം വാങ്ങി ഉടുത്തിരുന്ന വസ്ത്രത്തിനു മീതെ ധരിച്ചു. രണ്ടാമത്തെ ചീരം സുമിത്രാത്മജന്റെ നേർക്ക് നീട്ടി. അത് വാങ്ങി ധരിച്ചു കൊള്ളുക എന്ന് രാമൻ നയനസഞ്ജ നൽകിയതനുസരിച്ച് ലക്ഷ്മണനും മരവുരി സ്വീകരിച്ച് അരയിലുടുത്തു. മൂന്നാമതായി വൽക്കലം പാൽക്കടൽ മങ്കയായ ജാനകീദേവിയുടെ തളിരീളം കൈകളിലും ഏൽപ്പിച്ചു. താനിത് എങ്ങനെ ധരിക്കുമെന്നുള്ള സങ്കടത്തോടെ ജനകാത്മജ ഭർതൃവദനത്തിലേക്ക് ഒന്ന് നോക്കി. മതിബിംബ സുന്ദരമായ അദ്ദേഹത്തിന്റെ അരവിന്ദാനനത്തിൽ ഗുപ്തമായ ഒരു മന്ദസ്മിതം ഉദിച്ചു. അദ്ദേഹം മൈഥിലിയുടെ അടുത്തു ചെന്ന് ആ വൽക്കലം വാങ്ങി അവളുടെ മേൽപ്പുടവയുടെ മീതെ അണിയിച്ചു. കൈകേയിയുടെ കഠിന പ്രവൃത്തി കണ്ട് സർവ്വനാരീജനങ്ങളുടെയും നേത്രങ്ങളിൽ അശ്രുമുത്തുകൾ പൊഴിഞ്ഞു. കാണികളായ പുരുഷന്മാരുടെ ഹൃദയങ്ങളിലും വികാരം വേലിയേറ്റം കൊണ്ടു. അത് കണ്ട് വസിഷ്ഠ മഹർഷി കോപത്തോടെ ഭർസിച്ചു. കഠോരശിലയായ മഹാദുഷ്ടയെ, നിനക്കിതെങ്ങനെ തോന്നാൻ എന്ത് കാരണം? രാമൻ വനത്തിന് പോകണമെന്നല്ലേ നീ വരം ചോദിച്ചിട്ടുള്ളൂ. അതിന് ലക്ഷ്മണനും സീതയ്ക്കും മരവുരി നൽകാൻ നിനക്ക് എന്ത് അധികാരം? പതിവ്രത ശിരോരത്നമായ ജാനകീദേവി സതീധർമ്മം അനുസരിച്ച് ആത്മവല്ലഭനെ അനുഗമിക്കുന്നു എന്നേ ഉള്ളൂ. അതിന് അവൾക്ക് വൽക്കലം നൽകാൻ നിനക്ക് തോന്നിയത് നിന്റെ കഠിന ചിത്തത്തിന്റെ കശ്മലത കൊണ്ടല്ലേ? പരിശുദ്ധമായ ഈ അന്തഃപുരാന്തരീക്ഷം പാംസുലയായ നിന്റെ പാപചേഷ്ടകളാൽ മലീമസമാക്കി തീർത്തു കഴിഞ്ഞിരിക്കുന്നു. കൈകേയി ഒന്നും മിണ്ടാതെ നിന്നു. ആ സമയം കൗസല്യ മുമ്പോട്ട് വന്ന് തന്റെ മരുമകളുടെ അരയിൽ നിന്നും ആ ചീരം വലിച്ചു പറിച്ചെടുത്ത് ദൂരത്തേക്ക് എറിഞ്ഞു. വസിഷ്ഠൻ പറഞ്ഞത് കേട്ട് കണ്ണു തുറന്ന ദശരഥൻ ഉഗ്രമായി കൈകേയിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അതിനുശേഷം സുമന്ത്രരോടായി പറഞ്ഞു, മന്ത്രി സത്തമ, രാജകീയ രഥം ഉടനെ വരുത്തുക. രാമലക്ഷ്മണന്മാരെയും സീതയെയും തേരിൽ കയറ്റി അരണ്യം വരെ കൊണ്ടുചെന്നാക്കുക. സുമന്ത്രർ രഥവുമായി വന്നു. രാമലക്ഷ്മണന്മാരും വൈദേഹിയും ദശരഥനെയും മാതാക്കളെയും വസിഷ്ഠ മാമുനിയെയും വന്ദിച്ച് നിശബ്ദരായി പുറത്തേക്ക് കടന്നു. രാമാ രാമാ എന്ന് കരഞ്ഞ് ദശരഥൻ വാവിട്ട് കരഞ്ഞു. അദ്ദേഹം ബോധമറ്റ് നിലത്തു വീണു. തലേ ദിവസം ശയിച്ച ആ സ്ഥലത്ത് അതേ തറയിൽ ആ കിടപ്പ്. പരിചാരികമാർ അദ്ദേഹത്തെ ശയ്യയിൽ എടുത്ത് കിടത്താൻ ഒരുങ്ങി. കൈകൊണ്ട് അത് വേണ്ടെന്ന് അദ്ദേഹം വിലക്കി. രാമൻ പുറത്തു വന്നപ്പോൾ ബ്രാഹ്മണന്മാരും ജനാവലികളും അവിടെ തടിച്ചുകൂടിയിരുന്നു. കൈകൂപ്പിക്കൊണ്ട് കൗസല്യ തനയൻ അവരോട് യാത്ര പറഞ്ഞു.
ഞങ്ങളും കൂടെ വരുന്നു. രാമനില്ലാത്ത അയോധ്യ ഞങ്ങൾക്ക് വേണ്ട എന്ന് മുറവിളി കൂട്ടിക്കൊണ്ട് ജനങ്ങൾ സ്യന്തനത്തിന്റെ സമീപത്തേക്ക് നടന്നു. കുലാചാര്യനായ വസിഷ്ഠന്റെ കണ്ണുകളിലും അശ്രുപൂരം നിറഞ്ഞു. രാമന്റെ വേർപാട് ആർക്കും സഹ്യമായിരുന്നില്ല. രാമൻ എല്ലാവരോടും അനുനയപൂർവ്വം യാത്ര പറഞ്ഞ് തേരിൽ കയറി. പിന്നാലെ സീതയെയും പിടിച്ചു കയറ്റി. സൗമിത്രിയും രഥത്തിൽ ആരൂഢനായി. രഥചക്രങ്ങൾ കറങ്ങി തുടങ്ങി. സാകേതപുരിയിൽ നിന്നും സ്യന്തനം മന്ദം മന്ദം അകന്നു തുടങ്ങി. ജനാവലി അടങ്ങിയില്ല. തേരിന്റെ പിറകെ അവരും കൂട്ടം കൂട്ടമായി പ്രയാണം ആരംഭിച്ചു. അത് കണ്ട് ദാശരഥി സുമന്ത്രരോട് പറഞ്ഞു, സജീവ പുങ്കുവ, ജനങ്ങളെല്ലാം നമ്മുടെ പിന്നാലെ ഓടി വരുന്നുണ്ട്. അതാ നോക്കൂ, അയോധ്യ ജനശൂന്യമായി തീർന്നു പോയേക്കാം. അപ്പോ അദ്ദേഹം അതിന് മറുപടിയൊന്നും പറയാതെ രഥത്തിന്റെ വേഗത ഒന്ന് കൂട്ടിയെന്ന് മാത്രം. കൊട്ടാരത്തിലെ ആബാലവൃദ്ധം പരിചാരകരും പൊട്ടിക്കരഞ്ഞു. ദശരഥൻ അവരോട് കൽപ്പിച്ചു, നിങ്ങൾ എന്നെ എടുത്ത് കൗസല്യയുടെ അന്തഃപുരത്തിൽ കൊണ്ടുചെന്ന് കിടത്തുക. ഇവിടെ മുഴുവനും തീയാണ്, നരകത്തീയ്. ഇവിടെ കിടന്നാൽ ഞാൻ വെന്തുപോകും. പരിചാരകർ അപ്പോൾ തന്നെ മഹാരാജാവിനെ എടുത്ത് കൗസല്യയുടെ അന്തഃപുര മണിയറയിൽ കൊണ്ടു കിടത്തി. രാജാവിന്റെ ഈ ദയനീയ സ്ഥിതി കണ്ട് ദുഃഖാർത്തരായി നിന്ന ജനങ്ങളോട് അപ്പോൾ അവിടെ എഴുന്നള്ളിയ വാമദേവ മഹർഷി അരുളി ചെയ്തു, രാമനെ കുറിച്ച് നിങ്ങൾ എന്തിനിങ്ങനെ ആടൽപ്പെടുന്നു? സാക്ഷാൽ വൈകുണ്ഠപതിയായ ശ്രീനാരായണൻ രാവണാദി രക്ഷോവര ലോകകണ്ടകന്മാരെ നിധനം ചെയ്യാൻ കൗസല്യാനന്ദനായി അവതാരം ചെയ്തിരിക്കുകയാണ്. ജാനകി ദേവി സാക്ഷാൽ പാലാഴിമങ്കയുമാണ്. ഇപ്പോൾ അദ്ദേഹം അരണ്യവാസത്തിന് പുറപ്പെട്ടിരിക്കുന്നത് തന്റെ അവതാരോദ്ദേശ നിർവഹണത്തിന് വേണ്ടിയാണെന്ന് ധരിച്ചുകൊള്ളുക. ദുഷ്ടനിഗ്രഹം കഴിഞ്ഞ് 14 വർഷം കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ചു വരും. ഇതിന് കാരണക്കാരി കൈകേയിയോ മന്ധരയോ അല്ല. വിധാതാവിന്റെ അഭിലാഷപ്രകാരം അദ്ദേഹം ഇന്ന് രാജ്യം പിടിഞ്ഞിട്ടുള്ളതാണ്. ഇന്നലെ നാരദ മഹർഷി എഴുന്നള്ളി. നാൻമുഖന്റെ നിർദ്ദേശം അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ ഞാൻ നാളെ നിശ്ചയമായും കാനനത്തിലേക്ക് പുറപ്പെടുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ലോകരക്ഷകനായ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ലീലാവിലാസങ്ങളാണ് ഇവയെല്ലാം എന്ന് ധരിച്ചുകൊള്ളുക. പല അവതാരങ്ങളും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളതിൽ 7ാമത്തെ അവതാരമാണ് രഘുരാമാവതാരം. അദ്ദേഹത്തിന്റെ മറ്റ് അവതാരങ്ങൾ ഞാൻ പറയാം. മത്സ്യാവതാരം, വിഷ്ണു ഭഗവാന്റെ 1ാമത്തെ അവതാരം. ഒരിക്കൽ വൈവസ്വത മനുവായ സത്യവ്രതൻ കൃതമാല എന്ന നദിയിൽ സ്നാനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മത്സ്യക്കുഞ്ഞ് അകപ്പെട്ടു. കുഞ്ഞു മത്സ്യം വളർന്നു. കൂപത്തിലും വാപിയിലും നദിയിലും തടാകത്തിലും കൊള്ളാതെയായപ്പോൾ അദ്ദേഹം അതിനെ സമുദ്രത്തിൽ കൊണ്ടുചെന്നിട്ടു. അക്കാലത്തൊരിക്കൽ ബ്രഹ്മദേവൻ ധ്യാനനിദ്രയിൽ ലയിച്ചിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്തു നിന്നും ഉദിച്ച 4 വേദങ്ങളെയും അപഹരിച്ചുകൊണ്ട് ഹയഗ്രീവൻ എന്ന ഒരു രാക്ഷസൻ സമുദ്രാന്തർഭാഗത്ത് പോയി ഒളിച്ചു. ലോകോപകാരാർത്ഥം താൻ നിർമ്മിച്ച വേദങ്ങൾ അപഹരിക്കപ്പെട്ട വൃത്താന്തം വിരിഞ്ചൻ വിഷ്ണു ഭഗവാനെ ധരിപ്പിച്ചു. വൈവസ്വത മനുവിന് ലഭിച്ച മത്സ്യം മഹാവിഷ്ണുവായിരുന്നു. ആദ്യം ഭഗവാൻ പ്രകൃതിയിൽ ഒരു ജലജന്തുവായി രൂപമെടുത്തതാണ്. ആ മത്സ്യം ഒരു മകരമത്സ്യമായി വളർന്ന് സമുദ്രത്തിൽ വെച്ച് ഹയഗ്രീവനെ വധിച്ച് വേദങ്ങൾ വീണ്ടെടുത്ത് വിധാതാവിനെ ഏൽപ്പിച്ചു. അങ്ങനെ ലോകത്തെ രക്ഷിച്ച വിഷ്ണു ഭഗവാൻ ഈ രാമനാണ്. അടുത്തത് കൂർമാവതാരമാണ്. പാലാഴി മഥനം നടക്കുന്ന അവസരത്തിൽ മത്തായി ഉപയോഗിച്ചിരുന്ന മന്ധരപർവ്വതം അലഞ്ഞുലഞ്ഞ് ക്ഷീരസാഗരത്തിന്റെ അന്തർഭാഗത്തേക്ക് താണുപോയി. ആ സമയം പാൽക്കടൽ വാസൻ ഒരു കൂർമ്മമായി അവതരിച്ച് ആ പർവ്വതത്തെ തന്റെ മുതുകുകൊണ്ടുയർത്തി സ്വസ്ഥാനത്ത് ഉറപ്പിച്ച് മഥനം അഭംഗുരം തുടരുവാൻ സഹായിച്ചു. കശ്യപ പ്രജാപതിക്ക് ദിതിയിൽ ഉണ്ടായ 2 പുത്രന്മാരാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. അനുജനായ ഹിരണ്യാക്ഷൻ ധരിത്രി ദേവിയെ ഒരു കർണാഭരണമാക്കി ധരിച്ചുകൊണ്ട് പാതാളത്തിൽ പോയി ഒളിച്ചു താമസിച്ചു. ഭൂമിയുടെ അന്തർധാനത്തെപ്പറ്റി പ്രപഞ്ചകർത്താവായ വിരിഞ്ചൻ മഹാവിഷ്ണുവിന്റെ സന്നിധിയിൽ സങ്കടം ഉണർത്തിച്ചു. അദ്ദേഹം ഒരു വരാഹമായി വാരിജോത്ഭവന്റെ മൂക്കിൽ നിന്നും അവതരിച്ച് തേറ്റയാൽ കുത്തി തുരന്ന് പാതാളത്തിലെത്തി ഹിരണ്യാക്ഷനുമായി വളരെ കാലം ഘോരസമരം ചെയ്ത് അവനെ വധിച്ച് ഭൂമിയെ തേറ്റമേൽ താങ്ങിയെടുത്തുയർത്തി യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. ആ പന്നിയായി അവതരിച്ചതും പന്നകശായിയായ ഈ രാമചന്ദ്രൻ തന്നെയാണ്. അടുത്തത് നരസിംഹാവതാരമാണ്. ഹിരണ്യാക്ഷന്റെ ജ്യേഷ്ഠനായ ഹിരണ്യകശിപു ബ്രഹ്മദേവനെ തപം ചെയ്ത് വരപ്രസാദം വാങ്ങി ത്രിലോകം അടക്കി ഭരിക്കാൻ തുടങ്ങി. മനുഷ്യനും മൃഗവും തന്നെ വധിക്കാൻ പാടില്ലെന്നും അവൻ വരം വാങ്ങി. ഭൂലോകത്തിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് തന്റെ നാമം ജപിച്ചു കൊള്ളണമെന്നും മറ്റൊരു ദൈവനാമം ഉച്ചരിക്കാൻ പാടില്ലെന്നും അവൻ ഉഗ്രമായ രാജശാസനം മുഴക്കി. ഹിരണ്യകശിപുവിന്റെ പുത്രനായ പ്രഹ്ലാദൻ ഏറ്റവും വലിയ നാരായണ ഭക്തനായിരുന്നു. അവൻ സദാ
നാരായണ മന്ത്രമല്ലാതെ മറ്റൊന്നും ജപിക്കാറില്ല. അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പല മാർഗങ്ങളും പിതാവ് നോക്കി. പക്ഷെ ഫലമുണ്ടായില്ല. കോപിഷ്ഠനായി തീർന്ന ദൈത്യേന്ദ്രൻ പുത്രനെ വധിക്കാൻ തന്നെ തീരുമാനിച്ചു. മലമുകളിൽ നിന്നും കീഴോട്ടുരുട്ടി സമുദ്രത്തിലെ ഉത്തംഗ തിരമാലകളുടെ മധ്യ എറിഞ്ഞു. മത്തവാരണത്തെ കൊണ്ട് കുത്തിക്കാൻ നോക്കി. ഉഗ്രമായ കാളകൂട വിഷം കൊടുത്തു. യാതൊരു ഫലവും ഉണ്ടായില്ല. പ്രത്യുത പ്രഹ്ലാദൻ കൂടുതൽ ഹരിഭക്തനായി തീർന്നു. ഒടുവിൽ നിന്റെ നാരായണൻ എവിടെയെന്ന് ക്രോധപൂർവ്വം ഹിരണ്യകശിപു ചോദിച്ചപ്പോൾ എന്റെ നാരായണൻ സർവ്വവ്യാപിയാണ്, തൂണിലും തുരുമ്പിലുമുണ്ട് എന്ന് പ്രഹ്ലാദൻ തൊഴുതുകൊണ്ട് മറുപടി ഉരച്ചു. എന്നാൽ ഈ തൂണിലുണ്ടെങ്കിൽ കാണട്ടെ എന്ന് അലറിക്കൊണ്ട് അസുരേന്ദ്രൻ തന്റെ ഖഡ്ഗത്താൽ അടുത്തു നിന്നിരുന്ന ഒരു വലിയ തൂണിനെ ലക്ഷ്യമാക്കി ആഞ്ഞുവെട്ടി. അത്ഭുതം! ആ സ്തംഭത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു ഭീകര സത്വം, മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു ഘോര നരസിംഹം ഗർജിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടി. പകലും രാത്രിയുമല്ലാത്ത സന്ധ്യാസമയത്ത് ആകാശവും ഭൂമിയും വെള്ളവുമല്ലാത്ത തന്റെ തിരുമടിയിൽ മലർത്തി കിടത്തി കൂർത്തുമൂർത്ത നഖങ്ങളാൽ അവന്റെ വക്ഷസ് കുത്തിപ്പറിച്ച് വലിച്ചു കീറി അവനെ നിഗ്രഹിച്ചു. ആ ഹിരണ്യകശിപുവാണ് ഇപ്പോൾ രാവണനായി ജനിച്ചിട്ടുള്ളത്. ഹിരണ്യാക്ഷൻ കുംഭകർണനായും പിറന്നിരിക്കുന്നു. അവരെ വധിക്കാനാണ് രാമൻ വനവാസത്തിന് പുറപ്പെട്ടിരിക്കുന്നത്. മഹാബലിയുമായി നടന്ന യുദ്ധത്തിൽ ദേവകൾ പരാജയപ്പെട്ടു. മഹാബലി 3 ലോകവും കീഴടക്കി ത്രിലോക സാമ്രാട്ടായി ഭരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഭൂമിയിൽ ക്ഷേമവും ഐശ്വര്യവും നടമാടി. ദേവകളുടെ ഈ ദുസ്ഥിതിക്ക് പരിഹാരമുണ്ടാക്കുവാനായി ദേവമാതാവായ അതിഥി വിഷ്ണു ഭഗവാൻ തന്റെ പുത്രനായി പിറക്കുവാൻ തപസ്സു ചെയ്തു. അതിന്റെ ഫലമായി ഭഗവാൻ ചിങ്ങമാസത്തിൽ ശുക്ലപക്ഷ ദ്വാദശി പക്കവും തിരുവോണ നക്ഷത്രവും ചേർന്ന പുണ്യദിനത്തിൽ മധ്യാഹ്ന സമയത്ത് അതിഥിയുടെ പുത്രനായി അവതരിച്ചു. അങ്ങനെ വിഷ്ണു ഭഗവാൻ ഇന്ദ്രന്റെ ഒരു അനുജനായി തീർന്നു. വാമനൻ എന്ന നാമം ധരിച്ച ഹ്രസ്വകായനായ ഒരു ബ്രഹ്മചാരിയായി കുറെ കാലം അദ്ദേഹം കശ്യപന്റെ കൂടെ ജീവിച്ചു. ഇതാണ് വാമന അവതാരം. അടുത്തത് പരശുരാമ അവതാരമാണ്. തുടരെ ഉണ്ടായിക്കൊണ്ടിരുന്ന ദേവാസുര സമരങ്ങളിൽ മരണമടഞ്ഞ അസുരന്മാർ ദുഷ്ട ക്ഷത്രിയ രാജാക്കന്മാരായി ഭൂതലത്തിൽ പിറന്നു. അവരുടെ അധർമ്മ പ്രവർത്തികളുടെയും അക്രമ ദുരാചാരങ്ങളുടെയും ഭാരം ഭൂമിദേവിക്ക് താങ്ങാനാവാത്ത വിധം വർദ്ധിച്ചു. ആ കശ്മല ദുഷ്ടന്മാരും മനുഷ്യദ്രോഹികളുമായ രാജാക്കന്മാരെ നിധനം ചെയ്ത് ധർമ്മം സ്ഥാപിക്കുവാൻ വേണ്ടി കരുണാവാരിധിയായ കമലേക്ഷണൻ ഭൃഗുവംശത്തിൽ ജമദഗ്നി മഹർഷിയുടെയും രേണുകാദേവിയുടെയും ഏറ്റവും ഇളയ പുത്രനായി അവതരിച്ചു. ആ വീരക്ഷത്രിയ ഹന്താവായ പരശുരാമനും രാമൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളാരും രാമഭദ്രന്റെ വേർപാടിനെ ഓർത്ത് ദുഃഖിക്കാതിരിക്കൂ. അവതാര കാര്യ നിർവഹണത്തിന് വേണ്ടി അദ്ദേഹം വനത്തിൽ പോയി എന്നേയുള്ളൂ. സീതാദേവി സാക്ഷാൽ മലർമങ്കയായ ലക്ഷ്മി ദേവിയുമാണ്. രക്ഷോവര നിഗ്രഹത്തിന് കാരണക്കാരിയായി ദേവി അയോനിജയായി പിറന്നിരിക്കുകയാണ്. ഇപ്രകാരം രാമസീതാ നിഗൂഢ രഹസ്യം എല്ലാവരെയും പറഞ്ഞ് ധരിപ്പിച്ചതിനു ശേഷം വാമദേവ മഹർഷി തിരിച്ചെഴുന്നള്ളി. മുനിയിൽ നിന്നും ശ്രവിച്ച രാമസീതാ വൃത്താന്തം മായാശക്തിയാൽ ക്ഷണനേരം കൊണ്ട് സർവ്വശ്രോതാക്കളും മറന്നു. രാമനെ ദശരഥ കുമാരനായിട്ട് മാത്രമേ അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞുള്ളൂ.